ചോദിക്കും. അവർക്ക് അത് വാങ്ങേണ്ട ആവശ്യമില്ലായിരിക്കും. കാരണം അവരുടെ വേറെ ഫോൺ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ആ ഫോണിനോട് ഇൻട്രസ്റ്റഡ് അല്ലായിരിക്കും. സോ ഇത്തരത്തിലുള്ള റൈറ്റ് ഓഡിയൻസ് നമ്മൾ കണ്ടുപിടിക്കുക. അതിനായിട്ടാണ് നമ്മൾ അവയർനെസ് സ്റ്റേജ് നടത്തുക. അവയർനെസ് ക്യാമ്പയിനുകൾ നടത്തുക. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് ഇപ്പോൾ നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. ഈ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു വേനെയാണ് നമ്മൾ അവയർനെസ് സ്റ്റേജ് ടോഫു അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദി ഫണൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മിഡിൽ ഓഫ് ദി ഫണൽ അല്ലെ മോഫു എന്ന് പറയും. ഇത് കൺസിഡറേഷൻ സ്റ്റേജാണ്. ലെറ്റ്സ് സേ നമ്മുടെ മൊബൈൽ ഫോണിന്റെ എക്സാമ്പിളിലേക്ക് വരും. നമ്മളൊരു അവയർനെസ് ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെയാണ് നടത്തി നമ്മുടെ മൊബൈൽ ഫോൺ കുറച്ച് ആൾക്കാരൊക്കെ അറിയുക ചെയ്തു. അതിൽ കുറച്ച് ആൾക്കാർ നമ്മളെ കൺസിഡർ ചെയ്യില്ല. അതിൽ ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാർ വന്നു. അവരൊക്കെ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഈ മൊബൈലിനെ കുറിച്ച് കൂടുതൽ സ്പെസിഫിക്കേഷൻസ് ചോദിക്കുക അല്ലെങ്കിൽ എത്രയുടെ വില കാര്യങ്ങളൊക്കെ ചോദിക്കുക. അങ്ങനെ നമ്മൾ ഒരു കൺസിഡറേഷൻ സ്റ്റേജിലേക്ക് വന്നു. അതിനാണ് മോഫു അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദി സ്റ്റേജ്. നെക്സ്റ്റ് ബോഫു അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദി ഫണൽ എന്ന് പറയും. ബോട്ടം ഓഫ് ദി ഫണൽ എന്ന് പറയുന്നത് ഡിസിഷൻ സ്റ്റേജാണ്. അവർക്ക് ആ മൊബൈൽ ഫോൺ വാങ്ങണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്ന ഒരു സ്റ്റേജിനാണ് ബോഫു എന്ന് പറയുന്നത്. നെക്സ്റ്റ് താഴേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ ജേണി